ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ചാപ്റ്ററിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുക്കുന്നത് മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ആ ചാപ്റ്റർ ഏകദേശം നമ്മൾ അവസാന ഭാഗത്തേക്ക് എടുക്കുകയാണ്, തീരാൻ പോകണം ആ ചാപ്റ്റർ. എങ്കിൽ ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചെറിയൊരു ഷോർട്ട് നോട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. GDP ആൻഡ് വെൽഫെയർ എന്താണ് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേര്? ആ ഷോർട്ട് നോട്ടിന്റെ പേര് GDP ആൻഡ് വെൽഫെയർ. അപ്പൊ GDP എന്നാൽ എന്തോന്ന് നമുക്കറിയാം. എന്താണ്? ദി സം ടോട്ടൽ ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് all final goods and services produced within the domestic territory of a country during 1 year. That is GDP. ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കമ്പോള വിലയുടെ ആകത്തുകയെ GDP എന്ന് വിളിക്കുന്നു. And this GDP is distributed among the people as income. ഈ GDP എന്ത് ചെയ്യാണ്? ജനങ്ങൾക്കിടയിൽ വരുമാനമായി വിതരണം ചെയ്യപ്പെടുകയാണ്. So, if GDP increases, the welfare of the people will also increases and vice versa. അങ്ങനെയാണെങ്കിൽ GDP കൂടിയാൽ ജനങ്ങളുടെ ഇൻകം കൂടും, and vice versa എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചും GDP കുറഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയർ കുറയും. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കമ്പോള വിലയുടെ ആകത്തുക GDP. ഇത് ജനങ്ങൾക്കിടയിൽ വരുമാനമായി വിതരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ GDP കൂടിയാൽ ജനങ്ങളുടെ ഇൻകം കൂടും, അല്ലെ? ജനങ്ങളുടെ ഇൻകം കൂടിയാൽ അവരുടെ വെൽഫെയർ കൂടും, ക്ഷേമം കൂടും. GDP കുറഞ്ഞാലോ അവരുടെ ക്ഷേമം കുറയും. സോ increase in GDP as an indicator of economic welfare. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ GDP വർദ്ധിക്കുന്നത് ആ രാജ്യത്തിന്റെ എക്കണോമിക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൂടുന്നതിന് തെളിവാണ്. ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ GDP ആൻഡ് വെൽഫെയർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ GDP എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ആ GDP എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്കിടയിൽ വരുമാനമായി വിതരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ GDP കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും? ജനങ്ങളുടെ ഇൻകം കൂടും, അവന്റെ ക്ഷേമം വർദ്ധിക്കും. അപ്പൊ GDPയെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് വെൽഫെയർ. എക്കണോമിക് വെൽഫെയറിന്റെ ഒരു ഇൻഡിക്കേറ്റർ, ഒരു സൂചകമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? GDPയെ കണക്കാക്കാം. ബട്ട് this argument is criticized on the following grounds. ഈ വാദഗതിയെ താഴെ പറയുന്ന ഗ്രൗണ്ടുകളിൽ, തലങ്ങളിൽ വിമർശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാം GDP ഇൻകമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു. GDP കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം കൂടും, അതിന്റെ ഫലമായിട്ട് വെൽഫെയർ കൂടും. പക്ഷേ ഈ വാദഗതിയെ താഴെ പറയുന്ന 3 തലങ്ങളിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP ഈസ് നോട്ട് യൂണിഫോം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP ഈസ് നോട്ട് യൂണിഫോം. GDPയിലെ വിതരണത്തിന് ഏകീകൃത സ്വഭാവമില്ല എങ്കിൽ, യൂണിഫോർമാലിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇല്ലെങ്കിൽ, ഇൻക്രീസ് ഇൻ GDP വിൽ നോട്ട് പ്രൊമോട്ട് എക്കണോമിക് വെൽഫെയർ. GDP ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യില്ല. But GDP, if the distribution of GDP is not equally among the people, GDP ആ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ തുല്യമായിട്ടല്ല വിതരണം ചെയ്യപ്പെടുന്നതെങ്കിൽ, increase in GDP will not promote economic welfare. GDPയിൽ ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങൾ ശ്രദ്ധിച്ചേ, GDP of a country is ₹100. ഉദാഹരണം പറയാം, 100 രൂപ. ഒരു രാജ്യത്തെ GDP 100 രൂപ. ഇത് GDP. And the population 10. ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം 10, അവിടുത്തെ GDP എന്ന് പറയുന്നത് 100. ഈ GDP, ഈ 100 രൂപ
ഈ 10 പേർക്ക് തുല്യമായിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത് നോക്കുക. അപ്പൊ 100/10 ഒരാൾക്ക് 10 രൂപ കിട്ടും അല്ലെ. ഇനി ഇത് 150 കൂടിയാലോ ഒരാൾക്ക് 15 രൂപ കിട്ടും. അപ്പൊ GDP വർദ്ധിച്ചാൽ എക്കണോമിക് വെൽഫെയർ കൂടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് യൂണിഫോമിലി ആയിട്ടാണ് ഇപ്പൊ നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നത് അല്ലെ. GDP-യെ ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ GDP-യിൽ ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല. അതിനി എങ്ങനെയാണ് നോക്കാം. GDP 100 രൂപ, നമ്മൾ പറഞ്ഞു 100 രൂപ തന്നെ, ജനങ്ങളുടെ എണ്ണം 10. ഈ 100 രൂപയിൽ 90 രൂപയിൽ 1% ആൾക്കാർക്ക് എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് വിതരണം ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് എത്ര രൂപ കിട്ടും? 90 രൂപ കിട്ടും. ബാക്കി 1 രൂപ 9 പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1/9.01 ഈ രീതിയിലാണ് GDP ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ GDP-യിൽ ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? If GDP is distributed equally among the people, increase in GDP will promote economic welfare. But a greater portion of GDP, അല്ലെ, 90-ന്റെ 100 എന്ന് പറയുന്നത് ഗ്രേറ്റർ പോർഷൻ അല്ലേ. A greater portion of GDP is distributed among a smaller section of the population. GDP-യുടെ ഭൂരിഭാഗവും ജനസംഖ്യയുടെ ചെറിയ വിഭാഗത്തിനും ആൻഡ് സ്മാളർ പോർഷൻ ഓഫ് GDP ഈ 1 രൂപ ഡിസ്ട്രിബ്യൂട്ടഡ് among ലാർജർ സെക്ഷൻ ഓഫ് ദി പീപ്പിൾ ജനസംഖ്യയുടെ ഭൂരിഭാഗത്തിനുമാണ് വിതരണം ചെയ്യപ്പെടുന്നതെങ്കിൽ ഇൻക്രീസ് ഇൻ GDP വിൽ നോട്ട് പ്രൊമോട്ട് എക്കണോമിക് വെൽഫെയർ. ഇങ്ങനെയാണെങ്കിൽ GDP-യിൽ ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല. എന്തൊക്കെ നമുക്ക് പറയേണ്ടത്? If GDP is distributed equally among the people, increase in GDP will promote economic welfare. But a greater portion of GDP is distributed among a smaller section of the people and smaller portion of GDP is distributed among a larger section of the people. Increase in GDP will not promote economic welfare. ഇങ്ങനെയാണെങ്കിൽ GDP-യിൽ ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല. അപ്പോൾ GDP ആൻഡ് വെൽഫെയർ എന്ന പോർഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം GDP എന്നാൽ എന്തെന്ന് പറഞ്ഞു, ഈ GDP കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ ഇൻകമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ GDP കൂടിയാൽ വെൽഫെയർ കൂടുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ഒന്നാമത്തെ വിമർശനമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP ഈസ് നോട്ട് യൂണിഫോം. GDP-യിലുള്ള വിതരണത്തിന് യൂണിഫോർമാലിറ്റി ഇല്ലെങ്കിൽ GDP വർദ്ധിച്ചാൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യപ്പെടുകയില്ല. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. GDP-യുടെ ഗ്രേറ്റർ പോർഷനും സ്മാളർ സെക്ഷൻസ് ഓഫ് ദി പീപ്പിളിനും GDP-യുടെ സ്മാളർ പോർഷൻ ഗ്രേറ്റർ സെക്ഷൻസ് ഓഫ് ദി പീപ്പിളിനുമാണ് വിതരണം ചെയ്യപ്പെടുന്നതെങ്കിൽ GDP-യിൽ ഉണ്ടാകുന്ന വർധനവ് എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല. That is the first criticism. And the second limitation is GDP and non-monetary exchanges. Second one is GDP and non-monetary exchanges. GDP and non-monetary exchanges. Non-monetary exchanges എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി അല്ലാതെ വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം വിതരണത്തെ വിളിക്കുന്ന പേരാണ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദി അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി സബ്സിസ്റ്റൻസ് ഓഫ് ഫാമിംഗ്. വാട്ട് ഡു യു മീൻ ബൈ സബ്സിസ്റ്റൻസ് ഓഫ് ഫാമിംഗ്? എ ഫാർമർ പ്രൊഡ്യൂസസ് ഫുഡ് ഗ്രെയിൻസ് ഫോർ ഹിസ് ഓൺ പർപ്പസസ് and not for sale in the market. Such a type of farming is known as subsistence of farming. ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത്
അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ, അല്ലാതെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുവാനല്ല എങ്കിൽ, അത്തരം കൃഷിയെ വിളിക്കുന്ന പേരാണ് സബ്സിസ്റ്റൻസ് ഓഫ് ഫാമിംഗ്. അപ്പൊ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്താൽ അത്തരം കൃഷി രീതിയെ വിളിക്കുന്ന പേരാണ് സബ്സിസ്റ്റൻസ് ഓഫ് ഫാമിംഗ്. അപ്പൊ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഭൂരിഭാഗം കർഷകരും ഏത് തരത്തിലുള്ള കൃഷി രീതിയാണ് അവലംബിക്കുന്നത്? സബ്സിസ്റ്റൻസ് ഓഫ് ഫാമിംഗ് ആണ് അവലംബിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ഓർ ഫാമിംഗ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് GDP. ഇത്തരത്തിലുള്ള കൃഷി രീതി അല്ലെ ഇത്തരത്തിലുള്ള ഉൽപാദനം GDPയുടെ കണക്കിൽ വരില്ല. GDPയുടെ കണക്കിൽ വരണമെങ്കിൽ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം, എങ്കിലേ GDPയുടെ കണക്കിൽ വരൂ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ പലതരത്തിലുള്ള കാർഷിക വിഭവങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലെ? തേങ്ങ, മാങ്ങ, ചക്ക, അങ്ങനെ പലതരത്തിലുള്ള കാർഷിക വിഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അധികമായിട്ടുള്ളത് നിങ്ങളുടെ അയൽവക്കക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നു. അതിനൊന്നും നിങ്ങൾ പണം വാങ്ങുന്നില്ല എങ്കിൽ ആ വസ്തുക്കളൊന്നും GDPയുടെ കണക്കിൽ വരില്ല. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നോക്കുക. വിൽക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെ? ഭൂരിഭാഗം ആൾക്കാരും കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊക്കെ കുറച്ച് കൃഷിയിടങ്ങൾ മാത്രമേ ഉള്ളൂ. വീട് കഴിഞ്ഞിട്ട് അല്പ സ്ഥലമേ കാണുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുന്നത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ഉൽപാദനം ഒന്നും GDPയിൽ വരും. അപ്പൊ GDP നോക്കുമ്പോൾ 100 രൂപ GDP എന്ന് പറയുന്നത് 100ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ആ വർഷം ജനങ്ങൾ ഒരുപാട് അവരവരുടെ വീടുകളിൽ കൃഷി ചെയ്തു, അവര് ഉപയോഗിച്ചു, അവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു, ബന്ധുക്കൾക്ക് കൊടുത്തു, അയൽവക്കക്കാർക്ക് കൊടുത്തു. അവരുടെയൊക്കെ ക്ഷേമം പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ ഇതൊന്നും എവിടെ വരത്തില്ല. GDP റിമെയിൻ കോൺസ്റ്റന്റ്. GDP സ്ഥിരമായിട്ട് നിൽക്കും, പക്ഷേ ജനങ്ങളുടെ വെൽഫെയർ കൂടി. ഈ രീതിയിലാണ് എങ്കിൽ ഇതിന്റെ കണക്കും എവിടെ വരില്ല? GDPയിൽ വരില്ല. അപ്പൊ എന്തൊക്കെയാണ് അതിന് പറയേണ്ടത്? GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. നമുക്ക് എന്തൊക്കെ പറയാം? Most of the underdeveloped economies are characterized by the subsistence of farming. This type of production is not included in the calculation of GDP. So, GDP is not a good indicator of economic welfare. ഭൂരിഭാഗം അവികസിത രാജ്യങ്ങളിലും സബ്സിസ്റ്റൻസ് ഓഫ് ഫാമിംഗ് ആണ് നിലനിൽക്കുന്നത്. അവനവൻ ആവശ്യത്തിനുള്ള വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉൽപാദനം GDPയുടെ കണക്കിൽ വരില്ല. അതുകൊണ്ട് GDPയെ ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള ഒരു സൂചകമായിട്ട് എപ്പോഴും ഉപയോഗിക്കുവാൻ നമുക്ക് പറ്റില്ല. That is second limitation. GDP and non-monetary exchanges. And one more thing, GDP and externalities. എന്നാൽ നമുക്ക് നോക്കാം എക്സ്റ്റേണാലിറ്റീസ്. GDP and externalities. ആദ്യം എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്ന് നോക്കാം. ബെനിഫിറ്റ് ഓർ ഹാം suffered commonly by all people due to the production process undertaken by the government or private firms. The persons who suffer any harm did not receive any compensation, and the person who enjoy benefit did not pay any additional payments. This is known as externalities. Benefit or harm, ഒന്നുകിൽ പ്രയോജനം, നേട്ടം അല്ലെങ്കിൽ കോട്ടം. Suffered by all people in a locality, ഒരു സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും. അപ്പോൾ എന്തിന്റെ ഫലമായിട്ട്? Due to the production process undertaken by the government or private firms. ഗവൺമെന്റോ പ്രൈവറ്റ് ഫേമുകളോ നടപ്പാക്കുന്ന ഉൽപാദന പ്രക്രിയയുടെ ഫലമായിട്ട് ഒരു സമൂഹത്തിന് പൊതുവായിട്ടുണ്ടാകുന്ന നേട്ടം അല്ലെങ്കിൽ കോട്ടം. നേട്ടമുണ്ടാകുന്നവര് അവർക്ക് കിട്ടിയ നേട്ടത്തിന്റെ ഫലമായിട്ട് ഗവൺമെന്റിലേക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും കൊടുക്കണ്ട. കോട്ടമുണ്ടായവർക്ക്, കഷ്ടം സഹിച്ചവർക്ക്, അവര് സഹിച്ച കഷ്ടത്തിന് പരിഹാരമായിട്ട് ഗവൺമെന്റിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടത്തുമില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണാലിറ്റീസ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രൊഡക്ഷൻ ഫാമാണ് ചവറ ടൈറ്റാനിയം ഫാക്ടറി അല്ലെ? നിങ്ങൾക്കെല്ലാം അറിയാം.
ആ ഫാക്ടറി അവിടെ നിലനിൽക്കുന്നത് മൂലം കുറെ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ട്, കുറെ ആൾക്കാർക്ക് കഷ്ടപ്പാടുകളുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് തൊഴിൽ കിട്ടുന്നു, അത് ബെനിഫിറ്റാണ്. ഇനി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ ചുറ്റുവട്ടത്തുണ്ട്, അവർക്കും പ്രയോജനമുണ്ട്. അപ്പൊ അത്ര ആൾക്കാർക്ക് അതിന്റെ പ്രയോജനമുണ്ട്. ആ പ്രയോജനം കിട്ടുന്നു എന്ന് കരുതിക്കൊണ്ട് വർഷാവർഷം അല്ലെങ്കിൽ മാസാമാസം എനിക്ക് ഇത്ര അഡീഷണൽ പ്രയോജനം ഉണ്ടായി, അതുകൊണ്ട് ഗവൺമെന്റിലേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ? ആരും ഒന്നും കൊടുക്കുന്നില്ല. ഇനി അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം മൂലം സമീപവാസികളായ ആൾക്കാർ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഗവൺമെന്റ് വർഷാവർഷം അല്ലെങ്കിൽ മാസാമാസം ഈ കഷ്ടത അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? അതുമില്ല. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണാലിറ്റീസ്. ദിസ് എക്സ്റ്റേണാലിറ്റീസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ GDP. ഈ എക്സ്റ്റേണാലിറ്റീസിനെയും GDP-യിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓർ എക്കണോമിക് വെൽഫെയർ. അതുകൊണ്ട് GDP എന്ന് പറയുന്നത് എക്കണോമിക് വെൽഫെയറിന്റെ നല്ലൊരു ഇൻഡിക്കേറ്റർ അല്ല. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലായോ? ബെനിഫിറ്റ് ഓർ ഹാം. ബെനിഫിറ്റ് നേട്ടം, ഹാം HARM ഹാം കഷ്ടപ്പാട് അല്ലെങ്കിൽ കോട്ടം. സഫേർഡ് ബൈ ഓൾ പീപ്പിൾ ഇൻ എ ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിലെ എല്ലാവർക്കും ഉണ്ടാവും. സം പീപ്പിൾ എൻജോയ് ബെനിഫിറ്റ് ആൻഡ് സം പീപ്പിൾ എൻജോയ് ഹാം. അപ്പൊ ഏത് കാര്യം ഉണ്ടായാലും അതിനൊരു നല്ല വശവുമുണ്ട്, ചീത്ത വശവുമുണ്ട്. കുറെ ആൾക്കാർ നല്ല വശം അനുഭവിക്കുമ്പോൾ മറ്റു കുറെ ആൾക്കാർ ചീത്ത ഫലങ്ങൾ അല്ലെങ്കിൽ വശങ്ങൾ സഹിക്കുന്നു. നല്ല വശം അല്ല നല്ല ഫലം അനുഭവിച്ചവർ അഡീഷണൽ ആയിട്ട് ഒരു പേയ്മെന്റ് നടത്തുന്നില്ല. കഷ്ടത അനുഭവിച്ചവർക്ക് ഒരു കോമ്പൻസേഷനും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണാലിറ്റീസ്. ഈ എക്സ്റ്റേണാലിറ്റീസും എവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല? GDP-യിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുകൊണ്ട് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് എന്തിന്റെ ഒരു സൂചകമല്ല? വെൽഫെയറിന്റെ ഒരു സൂചകമല്ല. These are the three criticisms against GDP is an indicator of economic welfare. GDP എന്ന് പറയുന്നത് എക്കണോമിക് വെൽഫെയറിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്നതിന്റെ വിമർശനങ്ങളാണ് ഇത് മൂന്നെണ്ണം. GDP-യുടെ വിതരണം ഈക്വൽ ആയിട്ടല്ല എങ്കിൽ, അതുപോലെ തന്നെ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, ഇത് മൂന്നെണ്ണമാണ് GDP എന്ന് പറയുന്നത് എക്കണോമിക് വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആണ് എന്ന് പറയുന്നതിനെതിരെയുള്ള വിമർശനം. ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ കഴിഞ്ഞു.